കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പോലീസ് അന്വേഷണം ശക്തമാകുന്നു. കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അതിക്രൂരമായിട്ടുള്ള നടപടിയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. നാളെ ജോലിയിൽ പ്രവേശിച്ച് എല്ലാവർക്കും മാതൃകയാകേണ്ട നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു ക്രൂര പീഡനത്തിന് തന്റെ ജൂനിയർ വിദ്യാർത്ഥികളെ ശക്തമാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, പരിശോധന ഈ വിഷയത്തിൽ ഉണ്ടാകും. കൂടുതൽ ദൃശ്യങ്ങൾ ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഫോണിലടക്കമുണ്ടോ എന്നുള്ള കാര്യത്തിലായിരിക്കും തീരുമാനമാവുക, അല്ലേ? വൃന്ദ, കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിന്റെ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി കോളേജിലും ഹോസ്റ്റലിലും സീനിയർ വിദ്യാർത്ഥികളുടെ കോളേജിലും ഹോസ്റ്റലിലും ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ ഒരു പരിശോധന നടത്തും. ഈ പുറത്തു വന്ന ഇന്നലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഒരു വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം ഒരു ക്രിമിനൽ അല്ലെങ്കിൽ മറ്റൊരു ക്രിമിനൽ ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികൾക്കയിൽ ഈ പ്രതികളായ ഈ 5 വിദ്യാർത്ഥികളുടെ ഫോണിൽ ഇനിയും ദൃശ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇതിനായി ഈ സൈബർ സെല്ലിന്റെ സഹായമടക്കം ഇപ്പോൾ പോലീസ് തേടും. എന്തായാലും ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പ്രതികളുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. പ്രതികളുടെ ഫോണിൽ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് ഒരു സംശയമുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു സൈബർ സെല്ലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ അന്വേഷണ സംഘം. ഈ പരാതി നൽകിയ ഇരകളുടെ മുഴുവൻ രേഖകളും അല്ലെങ്കിൽ എല്ലാ മൊഴികളും ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുറത്തു വന്ന ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്കെതിരെ ഇനിയും കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രതികൾ നിലവിൽ ഇപ്പോൾ റിമാൻഡിലാണ്. വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം ഈ ഹോസ്റ്റലിലും കോളേജിലും അടക്കം വിശദമായി അന്വേഷണം നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ പ്രതികൾ പ്രധാനമായും അല്ലെങ്കിൽ ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ നിർബന്ധിത പണപ്പിരിവുണ്ട്, മദ്യപാനത്തിന് നിർബന്ധിത പണപ്പിരിവുണ്ട് എന്ന കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ റിമാൻഡിലുള്ള 5 പ്രതികൾ മറ്റു ലഹരി ഉപയോഗം ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ 5-അംഗ സമിതി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം തന്നെ ഈ റാഗിംഗ് നടന്ന തൊട്ടടുത്ത മുറിയിലുള്ള അസിസ്റ്റന്റ് വാർഡന് ഈ പോലീസിന് മൊഴി നൽകിയതിനനുസരിച്ച് അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ലെന്നാണ് അസിസ്റ്റന്റ് വാർഡൻ പോലീസ് നൽകിയ മൊഴി. എന്നാൽ ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഇരയായ വിദ്യാർത്ഥി നിലവിൽക്കുന്ന ശബ്ദം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതിലും ഈ പോലീസിന് ഈ അസിസ്റ്റന്റ് വാർഡന്റെ മൊഴിയിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമായും പോലീസ്. നിലവിൽ റാഗിംഗ് വിരുദ്ധ നിയമപ്രകാരവും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനുമാണ് ഇപ്പോൾ നിലവിൽ പ്രതികൾക്കെതിരെ കേസുള്ളത്. നിലവിൽ ഈ 5 പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. ഈ വിശദമായ അന്വേഷണം നടത്തി ഈ കോളേജിലും ഹോസ്റ്റലിലും അടക്കം വിശദമായ പരിശോധന നടത്തിയ ശേഷമായിരിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കുക. തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ഈ പ്രതികളുടെ ഫോണുകളിൽ ഇനിയും ദൃശ്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തി പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ഇടാനും അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ റിമാൻഡിലുള്ളത്. കോട്ടയം സ്വദേശിയായ സാമുൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പൈനാട് സ്വദേശി റിജിൽജിത്ത്,
കോട്ടയം സ്വദേശി വിവേക് ഇങ്ങനെ 5 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ റിമാൻഡിലുള്ളത്. ഈ വിശദമായ അന്വേഷണത്തിന് ശേഷം അല്ലെങ്കിൽ വിശദമായ കോളേജിലടക്കമുള്ള പരിശോധനയ്ക്ക് ശേഷം ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. എന്തായാലും പ്രധാനമായും ഈ 5 പ്രതികളുടെ ഫോണുകൾ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനമായും സൈബർ സെല്ലിന്റെ ഒരു സഹായം തേടി ഇനിയും ദൃശ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 5 അംഗ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ 5 അംഗ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മറ്റു ഈ പ്രതികൾ നിർബന്ധിത പണപ്പിരിവെന്നാണ് ഇപ്പോൾ ഇരയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴി. അതിനടിസ്ഥാനത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം അല്ലെങ്കിൽ മറ്റുപയോഗമുള്ള കാര്യം ഇതിലെല്ലാം പോലീസ് സംശയമുണ്ട്. ഇതിനെല്ലാം വ്യക്തത വരാൻ വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കാനൊരുങ്ങുകയാണ്. ഇതിനടിസ്ഥാനത്തിൽ ഇന്ന് കോളേജിലും ഹോസ്റ്റലിലും പോലീസ് അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. വൃന്ദ, രാജേഷ്, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലെ മുതൽ പുറത്തിറങ്ങിയ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ്. ഈ ഡംബൽ ഉപയോഗിച്ച് കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉപദ്രവിക്കുന്നു, കോമ്പസ് ഉപയോഗിച്ച് കുത്തുന്നു, ഈ കൗണ്ട് ഡൗൺ അടക്കം ചെയ്തുകൊണ്ടാണ് ഈ 1, 2, 3 എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ തവണയായിട്ടും ഈ കോമ്പസ് ഉപയോഗിച്ച് കുത്തുന്നു, കത്രിക ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിക്കുന്നു, ലോഷൻ ഉപയോഗിച്ച് കണ്ണിലടക്കം ലോഷൻ ഉപയോഗിക്കുന്നു, എരിയുന്നു എന്ന് പറയുമ്പോൾ അത് ചിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ വൈകൃതമായ പ്രാകൃതമായിട്ടുള്ള രീതിയിലാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഇത്തരത്തിൽ ഇവർ ഒച്ചത്തിൽ കരയുന്നുണ്ട്. ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ, ഈ ഒരു ഹോസ്റ്റലിൽ വാർഡനടക്കം ഇല്ലേ എന്നുള്ള കാര്യവും ഏറെ പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇവർ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ കോളേജ് അധികൃതർ നിരവധി തവണ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഈ തരത്തിലുള്ള വീഡിയോകൾ വിദ്യാർത്ഥികൾ തന്നെ ചിത്രീകരിച്ച് ഇത് മറ്റ് വിദ്യാർത്ഥികളെ കാണിച്ച് ഇതുപോലെയെല്ലാം നിങ്ങളെയും കാണിക്കും എന്നതടക്കം പറഞ്ഞ് പല തവണയായി ഇവരെ വാണിംഗ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ കോളേജിന്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളെല്ലാം ഒരു മനുഷ്യ മനസാക്ഷിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ വ്യക്തികൾ എന്നതിലേക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ദൃശ്യം പകർത്തിയവരെ വിളിക്കേണ്ടി വരും. അതുപോലത്തെ ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ നിലവിൽ പുറത്തു വന്നത്. ഇതിൽ അന്വേഷണ സംഘം തന്നെ പറഞ്ഞു മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ മുഴുവനായും സംപ്രേഷണം ചെയ്യരുത് എന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം തന്നെ പുറത്തുവിടുകയുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘം തന്നെ അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡൻ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരനും താൽക്കാലിക ജീവനക്കാരും പറഞ്ഞതിനനുസരിച്ച് ഈ സംഭവ ദിവസം അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും ഈ ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും അസിസ്റ്റന്റ് വാർഡൻ താൽക്കാലിക ജീവനക്കാരടക്കമുള്ള ഈ ഹോസ്റ്റൽ ജീവനക്കാർ പറയുന്നത്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ കുട്ടി ഈ വേദന കൊണ്ട് നിലവിളിക്കുന്ന, അല്ലെങ്കിൽ മതി ചേട്ട എന്നൊരു പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഒരു സഹതാപത്തിലൂടെ അല്ലെങ്കിൽ ഒരു സങ്കടം പറഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഈ സീനിയർ വിദ്യാർത്ഥികളോട് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ക്രൂര റാഗിങ് നടക്കുന്ന തൊട്ടപ്പുറത്തുള്ള റൂമിലാണ് അല്ലെങ്കിൽ മുറിയിലാണ് അസിസ്റ്റന്റ് വാർഡൻ താമസിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇതിൽ വ്യക്തമായി തന്നെ ശബ്ദം പുറത്തു കേൾക്കാം. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഈ ശബ്ദം പുറത്തു കേൾക്കാം. അത് ഈ പ്രധാനമായും അസിസ്റ്റന്റ് വാർഡൻ നൽകിയ മൊഴിയിൽ ഈ അസ്വാഭാവികമായി ഒന്നും തന്നെ ഒരു ശബ്ദങ്ങളോ ഒന്നും തന്നെ കേട്ടിട്ടില്ലെന്നായിരുന്നു അസിസ്റ്റന്റ് വാർഡൻ പോലീസ് നൽകിയ മൊഴി. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ഈ അസിസ്റ്റന്റ് വാർഡൻ നൽകിയ മൊഴിയിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതേസമയം തന്നെ മറ്റു താൽക്കാലിക ജീവനക്കാരും നൽകിയ മൊഴി അനുസരിച്ച് അസ്വാഭാവിക ശബ്ദങ്ങളൊന്നും ഹോസ്റ്റലിൽ നിന്നും സംഭവ ദിവസം കേട്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ അന്വേഷണ സംഘം ഈ മൊഴികളിൽ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം തന്നെ കോളേജിൽ ഈ ഗവൺമെന്റ്
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 3 മാസത്തിനൊരിക്കൽ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് യോഗം ചേരും. എന്നാൽ കഴിഞ്ഞ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടോ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ പറയുന്നത്. അതേസമയം തന്നെ ഈ ഇരയായ വിദ്യാർത്ഥിയുടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അസിസ്റ്റന്റ് വാർഡൻ അടക്കമുള്ള അല്ലെങ്കിൽ ഈ കോളേജ് അടക്കമുള്ള അധികൃതർ ഒരു സംശയ നിഴലിലേക്ക് വരുന്നു. ഈ അസ്വാഭാവിക മൊഴി അല്ലെങ്കിൽ അസ്വാഭാവിക ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന ഈ അസിസ്റ്റന്റ് വാർഡന്റെ മൊഴി അല്ലെങ്കിൽ മറ്റു ജീവനക്കാരുടെ മൊഴിയിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ്, അല്ലെങ്കിൽ വിശദമായ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി ഇന്ന് കോളേജിലും ഹോസ്റ്റലിലും ഈ ഇരയായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ കോളേജിലും ഹോസ്റ്റലിലും ഇപ്പോൾ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പോലീസ് സംഘം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 പ്രതികളുടെ ഫോണുകളെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തും. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിൽ കൂടുതൽ ദൃശ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് സംഘം, അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തും. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസ് അല്ലെങ്കിൽ ഈ കോളേജിലടക്കം ഹോസ്റ്റലിലടക്കം വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഈ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കുക. എന്തായാലും ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വൃന്ദ. ശരി, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പോലീസ് അന്വേഷണം ശക്തമാവുകയാണ്. കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായി പരിശോധന നടത്തും. പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാജേഷ് ശ്രീനിവാസൻ.